ഹലോ, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ സി പി ഒയുടെ ഒരു ക്ലാസ് ആണ് ഭാരതീയ ന്യായ സംഹിത 2023. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ക്ലാസ്സിൽ ഞാൻ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വീണ്ടും കാണാനും നോട്ട് പ്രിപ്പയർ ചെയ്യാനും, ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പോസ് ചെയ്തിട്ട് അത് എഴുതി ഡൗട്ട് മാറ്റി എഴുതാനും, അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്നെങ്കിലും അർജൻസി വരുവാണെങ്കിൽ അത് പോസ് ചെയ്തിട്ട് പോയി ആ കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ചു വരാനും ക്ലാസ് കയറാനും ഒക്കെ പറ്റും. അതുകൊണ്ട് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ 3 ദിവസം റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഡയറക്റ്റ് ഓൺലൈൻ ക്ലാസ്സസ് കാണും. അപ്പൊ ഈ 3 ദിവസം പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പഠിച്ചിട്ട് വേണം ക്ലാസ്സിൽ വരാൻ. മനസ്സിലായോ? അറ്റൻഡൻസ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ ആ 3 ദിവസം കൊണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ക്ലാസ്സിൽ വരണം. ചിലപ്പോൾ അന്നൊരു ക്ലാസ് എടുക്കും, അതല്ലെങ്കിൽ വൈവ ആയിരിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കായിരിക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ഡിസ്കഷൻ ആയിരിക്കും, ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആയിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങളായിരിക്കും നമ്മൾ അതിനകത്ത് ഡീൽ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് സി പി ഒയുടെ 20 മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക്കിനുള്ള 20 മാർക്ക് നമ്മൾ വൃത്തിക്ക് പഠിച്ച് പോകണം. നമുക്ക് 20 മാർക്കിനകത്ത് എത്രയാണോ മാക്സിമം കിട്ടാൻ പറ്റുന്ന അത്രയും മാർക്ക് നമ്മൾ സെക്യൂർ ചെയ്യണം. ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്ക് ബാക്കിയുള്ള മലയാളവും ഇംഗ്ലീഷും മാത്സും ഒക്കെ ചേർത്തിട്ട് നമുക്ക് എന്തായാലും കട്ട് ഓഫിന് മേളിൽ നല്ലൊരു റാങ്കിലോട്ട് വരാൻ പറ്റുന്ന മാർക്ക് സെക്യൂർ ചെയ്യും. ഫിസിക്കലി പാസ്സാവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, CPO, സിവിൽ പോലീസ് ഓഫീസർ, അല്ലെങ്കിൽ വുമൺ CPO എന്ന് പറഞ്ഞ ആ ഒരു പോസ്റ്റോട്ട് നമുക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് യൂണിഫോം ഒക്കെ ഇട്ട് നടക്കുന്നതും ആ യൂണിഫോമിന്റെ പവർ ഒക്കെ എപ്പോഴും ഡ്രീം ചെയ്യുക, എപ്പോഴും വിഷ്വലൈസ് ചെയ്യുക. മനസ്സിലായാലും അത് കിട്ടണം എന്ന് അത്രയ്ക്ക് ആഗ്രഹിക്കുക. സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ നല്ല പക്കയായിട്ട് പഠിച്ചു പോവുക. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു പോയാൽ മതി. മനസ്സിലായോ? അത് പഠിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും, നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ തറോ ആയിട്ട് പഠിച്ചു പോകും. ഓക്കെ? അപ്പൊ ക്ലാസ്സിലെല്ലാം കാണണം, കണ്ട് പഠിച്ച് ക്ലിയർ ആക്കി പോകണം. ഡൗട്ട് ഉള്ളത് നമ്മൾ ലൈവ് സെഷനിൽ ചോദിക്കണം. വൈവ് കാണും, ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ കാണും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതായിരിക്കും, അതല്ല ഒരു ക്ലാസ്, ചിലപ്പം ക്ലാസ്സുകളും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അതിനൊക്കെ മെന്റർ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ആയിരിക്കും. അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഉളപ്പരുത്. പഠിക്കുന്ന കാര്യത്തിൽ ഒരു ഉളപ്പും വിചാരിക്കരുത്, പഠിച്ച് പോകണം. നമുക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്കിന് വരുന്ന 20 മാർക്ക് നമുക്ക് വേണം. ക്ലിയർ ആയോ? പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാരതീയ ന്യായ സംഹിത എന്ന ഏരിയയാണ്. ഭാരതീയ ന്യായ സംഹിത നമ്മുടെ IPC ഇന്ത്യൻ പീനൽ കോഡ്, IPC 1860 1860 IPC നിലവിൽ വന്നത്. IPC നിലവിൽ 1860 ആ 1860 വന്ന IPCക്ക് പകരം 160 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്ത് മാറ്റിയത്, BNS എന്ന് പറയുന്ന പുതിയ നിയമം കൊണ്ടുവന്നത്. ഓക്കെ? അപ്പൊ നിയമം നിലവിൽ വന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ജൂലൈ 1 മുതലാണ് നിലവിൽ വന്നത്. BNS പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1 മുതലാണ്. 1860 IPC നിലവിൽ വന്നത്. മനസ്സിലായോ? ഓക്കെ, ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ഇത് മൊത്തം ഒന്ന് വായിക്കും, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. നമ്മൾ IPC പകരം BNS കുറച്ച് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ, അപ്പൊ കമ്മ്യൂണിറ്റി സർവീസ് ഒക്കെ പുതിയ ശിക്ഷയായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പഠിക്കണം. പിന്നെ അതിലെ രാജ്യദ്രോഹം, ഭീകരവാദം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ആ ഏരിയയെ കുറിച്ചൊക്കെ നമ്മൾ എന്താ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഓക്കെ? പിന്നെ അതിന് നമ്മൾ എന്നാണ് വന്നത്, അത് നിലവിൽ വന്നതാണ്, ലോക്സഭയിൽ എന്നാണ് വന്നത്, രാജ്യസഭയിൽ എന്നാണ് വന്നത്, എന്നാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത്, അങ്ങനെ കുറെ കാര്യങ്ങൾ, നിയമം നിലവിൽ വന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ അറിയാം. 2024 ജൂലൈ 1 നിലവിൽ വന്നത് അല്ലേ? ഇനി അതിനകത്ത് എത്ര സെക്ഷനുകളുണ്ട്? അപ്പൊ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായിരിക്കും, സെക്ഷനുകളായിരിക്കും അല്ലെ? ഏതൊക്കെ സെക്ഷനാണ്, ഈ സെക്ഷനകത്ത് എന്താണ് പറയുന്നത്, നമ്മളിപ്പോ ഇന്നൊരു പ്രശ്നം ചെയ്യണമെങ്കിൽ അതിനകത്ത് ഏത് സെക്ഷനിലായിരിക്കും വരുന്നത്, ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ BNS പഠിക്കാനുള്ളത്. നല്ല വൃത്തിക്ക് BNS പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് എന്താ നല്ലപോലെ ഷൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ? IPC സെക്ഷൻ, BNS സെക്ഷൻ ഇത്രാം പ്രകാരം എന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നല്ല ഷൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ? അപ്പൊ നമുക്ക് നല്ല പവർ കിട്ടും. ഓക്കെ? എന്തായാലും നിങ്ങൾക്ക് ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് അത്രയ്ക്ക് ആഗ്രഹം ഇല്ല, ജസ്റ്റ് ജോലിക്ക് വേണ്ട ആഗ്രഹം എന്നാൽ പോലും നമ്മൾ നിയമം അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ, നമുക്ക് അതൊരു പവർ തരും. നിയമം അറിഞ്ഞിരിക്കുന്നത് ഒരാൾക്ക് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്ന വരത്തില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വരത്തില്ല. അതുകൊണ്ട് പഠിക്കുമ്പം ഇത് എനിക്ക് എന്തായാലും ഉപയോഗപ്പെടുന്ന കാര്യമാണ് എന്ന രീതിയിൽ പഠിക്കാം. അല്ല സ്പെഷ്യൽ ടോപ്പിക് പഠിക്കണമല്ലോ, CPO എങ്ങനെയെങ്കിലും കിട്ടണം, ഇത് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് പഠിക്കരുത്. നിങ്ങൾക്ക് CPO കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവാൻ പോകുന്നതാണ് നമ്മുടെ ഈ 20 മാർക്കിന്റെ ഈ സെക്ഷൻ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യത്തെ പോർഷൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, കൂടെ വായിച്ചു പോയാൽ മാത്രം മതി. പ്രത്യേകിച്ച് അതിനകത്തൊന്നും ഇല്ല, നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ അതിനകത്തെ. നോക്കിയോ, IPC പൂർണ്ണരൂപം എന്താ, ഇന്ത്യൻ പീനൽ കോഡ് എന്നാണ്. മലയാളത്തിൽ എന്താ പറഞ്ഞത്, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് പറയുന്നു. ഇതിന്റെ പ്രധാന വിവരങ്ങളാണ് താഴെ കൊടുത്തേക്കുന്നത്. എന്തേ ഇവിടെ പോയി,
ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങളെ നിർവചിക്കുന്നതിനും അവയ്ക്കുള്ള ശിക്ഷകൾ നിശ്ചയിക്കുന്നതിനും ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പ്രധാന ക്രിമിനൽ നിയമമാണ് IPC. 1860 ഈ നിയമം പാസാക്കിയത്. തോമസ് ബാബിംഗ്ടൺ മെക്കാളെ, ലോർഡ് മെക്കാളെ അധ്യക്ഷനായ ഒന്നാം നിയമ കമ്മീഷനാണ് ഇതിന്റെ കരട് തയ്യാറാക്കിയത്. അപ്പൊ IPCയുടെ കരട് തയ്യാറാക്കിയത് നിയമ കമ്മീഷൻ, ഒന്നാം നിയമ കമ്മീഷനാണ്. അതിന്റെ അധ്യക്ഷനാരായിരുന്നു? ലോർഡ് മെക്കാളെ ആയിരുന്നു. ഓക്കെ, ഇനി ഇപ്പൊ എന്താണ് സാഹചര്യം? 160 വർഷത്തിലേറെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഈ നിയമത്തിന് പകരം 2024 ജൂലൈ 1 മുതൽ എന്ത് നിലവിൽ വന്നു? BNS നിലവിൽ വന്നു. BNS ഫുൾ ഫോം എന്താ? ഭാരതീയ ന്യായ സംഹിത. ഓക്കെ ഓക്കെ, ഇനി എന്താണ് BNS? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി വന്ന പുതിയ ക്രിമിനൽ നിയമമാണ് എന്ത്? BNS. ഇതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാ? കുറ്റകൃത്യങ്ങൾക്കും ശിക്ഷകൾക്കും പുതിയ നിർവചനങ്ങൾ നൽകുന്നു. ഇതിൽ കമ്മ്യൂണിറ്റി സർവീസ് ഒരു ശിക്ഷയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ രാജ്യദ്രോഹത്തെ പുതിയ രീതിയിൽ പുനർനിർവചിക്കുകയും ഭീകരവാദം, സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവ പുതിയ വകുപ്പുകളായി ചേർക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ പ്രധാന മാറ്റങ്ങളൊന്നുമില്ല. കമ്മ്യൂണിറ്റി സർവീസ് ഒരു ശിക്ഷയായിട്ട് കൊണ്ടുവന്നു. രാജ്യദ്രോഹം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എന്തായാലും മുമ്പ് നമുക്ക് രാജ്യദ്രോഹം എന്ന് പറയുന്ന കുറ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ രാജ്യദ്രോഹം എന്ന് പറയുന്നൊരു കുറ്റമല്ല. ഓക്കെ, അങ്ങനെ ഒരു കുറ്റം കൊടുത്തില്ല. പകരം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുന്ന പ്രവർത്തികൾ എന്നതായി പുതിയ കുറ്റം. രാജ്യദ്രോഹം എന്ന് സ്പെസിഫിക് ആയിട്ടല്ല പറയുന്നത്. അതിന് എങ്ങനെ പറയുന്നത്? ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും അപകടപ്പെടുത്തുന്ന പ്രവർത്തികൾ എന്ന പുതിയ കുറ്റം. നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഭീകരവാദം പുതിയ കുറ്റമായിട്ട് കൊണ്ടുവന്നു. ഭീകരവാദം എന്തായി? പുതിയ കുറ്റമായി ചേർത്തു. സംഘടിത കുറ്റകൃത്യങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, കൊള്ളയടിക്കൽ, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി കുറ്റകരമാക്കി. അതൊക്കെ എന്താ? ഒരു കുറ്റമാക്കി മാറ്റി. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് ജസ്റ്റ് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കമ്മ്യൂണിറ്റി സർവീസ് എന്താക്കി മാറ്റി? ഒരു പുതിയൊരു ശിക്ഷയാക്കി മാറ്റി. രാജ്യദ്രോഹത്തിനകത്ത് മാറ്റം കൊണ്ടുവന്നു. ഭീകരവാദം പുതിയൊരു കുറ്റമാക്കി ആഡ് ചെയ്തു. സംഘടിത കുറ്റകൃത്യങ്ങളും കുറ്റമായിട്ട് ആഡ് ചെയ്തു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു. നിങ്ങൾ ഇനി ഒരു വട്ടം കൂടി ഇങ്ങോട്ട് വന്നത് പഠിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു പോവാം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് IPC 1860, പിന്നെ എന്താ നമ്മുടെ BNS നിലവിൽ വന്നത് 2024 ജൂലൈ 1, അങ്ങനത്തെ പോയിന്റുകൾ മാത്രം എഴുതി പോയാൽ മതി. അടുത്ത് നോക്കിയാൽ മക്കളെ, ഇനി ആദ്യ ബില്ല്, നമ്മുടെ ഈ BNSന്റെ ആദ്യ ബില്ല് അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11. പഠിക്കണം. എന്നാ ആദ്യ ബില്ല് അവതരിപ്പിച്ച് നോക്കിയേ, 2023 ഓഗസ്റ്റ് 11. 2024 ജൂലൈയിൽ പാസ്സായി നിലവിൽ വരണമെങ്കിൽ പണി 2023 തുടങ്ങണ്ടേ? ഓക്കെ, 2023 BNS 2023 എന്നാണ് നിയമത്തിന്റെ പേര് തന്നെ. അപ്പൊ 2023 ഓഗസ്റ്റ് 11 ആദ്യ ബില്ല് അവതരിപ്പിച്ചത്. മനസ്സിലായോ? ഓക്കെ, ഇനി അവിടെ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ച ആരാ? അമിത്ഷായാണ് ബില്ല് അവതരിപ്പിച്ചത്. പഠിക്കാവേ 2023 ഓഗസ്റ്റ് 11 ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? അമിത്ഷായാണ് അവതരിപ്പിച്ചത്. ആഭ്യന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിൽ പരിശോധിച്ച ശേഷം പിൻവലിക്കുകയും ചില ശുപാർശകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ പുതുക്കിയ രണ്ടാമത്തെ ബില്ല് അവതരിപ്പിച്ചത് 2023 ഡിസംബർ 12. അപ്പൊ ഓഗസ്റ്റില് ഒന്നാമത്തെ ബില്ല് അവതരിപ്പിച്ചു. അപ്പൊ കുറച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ത് ചെയ്തു? നമ്മൾ ആഭ്യന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറഞ്ഞു കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞു കൊടുത്തു. രണ്ടാമത് വീണ്ടും എന്ത് ചെയ്തു? പുതുക്കിയ രണ്ടാമത്തെ ബില്ല് അവതരിപ്പിച്ചു. എന്നാ? ഡിസംബർ 12. പിന്നെ ആ എല്ലാം സെറ്റ് ആയിരുന്നു. ലോകസഭയിൽ ഡിസംബർ 20 എന്ത് ചെയ്തു? അംഗീകരിച്ചു. രാജ്യസഭയില് ഡിസംബർ 21 അംഗീകരിച്ചു. അപ്പൊ നമുക്ക് പഠിക്കാതെ ആദ്യം ബില്ല് അവതരിപ്പിച്ചത് എന്നാ? 2023 ഓഗസ്റ്റ് 11. ബില്ല് അവതരിപ്പിച്ചത് ഓഗസ്റ്റ് 11. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? വീണ്ടും ശുപാർശ ചെയ്തപ്പോഴത്തേക്ക് 2023 ഡിസംബർ 12. 2023 ഡിസംബർ 12 രണ്ടാമത്തെ ബില്ല് അവതരിപ്പിച്ചു. പിന്നെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ലോകസഭ 20-ാം തീയതിയും രാജ്യസഭ 21-ാം തീയതിയും പാസ്സാക്കി. ഓക്കെ, എന്ന് പ്രസിഡന്റ് അംഗീകാരം വേണ്ടേ? ഡിസംബർ 25 2023 ഡിസംബർ 25 പ്രസിഡന്റ് അംഗീകാരം കൊടുത്തു. നിലവിൽ വന്ന എന്നാ? 2024 ജൂലൈ 1 നിലവിൽ വന്നു. മനസ്സിലായോ? എളുപ്പമല്ലേ? ആ ഡേറ്റുകളെല്ലാം ഒന്ന് എഴുതിയിട്ട് അങ്ങ് പഠിച്ചേ. ഇത് കാണിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞല്ലോ. അത് കാണാതെ ഒന്ന് എഴുതി നോക്കിയേ. പോസ് ചെയ്തിട്ട് കാണാതെ എഴുതി നോക്കി. എല്ലാം കിട്ടുന്നുണ്ടോന്ന് പേപ്പറിന്റെ ബാക്കിലോട്ട് എഴുതി നോക്ക്. നോട്ട് എഴുതി കഴിഞ്ഞെങ്കിൽ. ഓക്കെ, അടുത്ത് നോക്കിയോ. ഇനി നമുക്ക് ഇതിനകത്ത് എത്ര അധ്യായങ്ങളുണ്ട്? 20 അധ്യായങ്ങളുണ്ട്. 358 സെക്ഷനുകളുണ്ട്. 20 അധ്യായമുണ്ട്, 358 സെക്ഷൻ. ഇപ്പൊ തന്നെ പഠിച്ചേ 20 ചാപ്റ്റേഴ്സും ഉണ്ട്,
358 സെക്ഷൻസും ഉണ്ട്. 358 സെക്ഷൻസ് ഉണ്ട്. പഠിച്ചോ. ഇന്ത്യയിലെ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തതെന്നറിയോ? അപ്പൊ ബിഎൻഎസ് വന്നപ്പോഴത്തേക്കും ബിഎൻഎസ് അനുസരിച്ചായിരിക്കും ഇനി എല്ലാ കേസുകളും വരുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത ആദ്യ കേസ് എവിടാ? മധ്യപ്രദേശ്. ഇന്ത്യയുടെ മിഡില് മധ്യത്തിൽ എന്താ ബൈക്ക് മോഷ്ടിച്ചുകൊണ്ടുപോയി. ബൈക്ക് മോഷണ കേസ്. അതെവിടാ? മധ്യപ്രദേശിൽ എവിടാ? ഗ്വാളിയോറില് മധ്യപ്രദേശില് ഗ്വാളിയോറില് ബൈക്ക് മോഷണ കേസാണ് ബിഎൻഎസിന്റെ പേരിൽ ബിഎൻഎസ് വന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസ്. ഓക്കെ, അപ്പം ആ ബൈക്ക് മോഷണ കേസ് ഫേമസ് ആയില്ലേ? ഇയാൾ വിചാരിച്ചോ ബൈക്ക് എടുക്കൊണ്ടുവന്നിട്ട് അയാൾ വിചാരിച്ചായിരുന്നോ എന്റെ ബൈക്ക് മോഷണ കേസ് PSC കുട്ടികൾ ഇങ്ങനെ കേരളത്തിൽ നിന്ന് പഠിക്കുമെന്ന്? ഇല്ല. ഓക്കെ, അപ്പൊ അടുത്ത നോക്കിയേ, അതായത് കേരളത്തിലും കാണുമല്ലോ. കേരളത്തിൽ ഇത് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആദ്യ കേസാണ് എന്താ? മലപ്പുറത്ത് കൊണ്ടോട്ടിയിൽ നടന്ന ഒരു അപകടം. അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുന്ന രീതിയിലും ഇരുചക്ര വാഹനം ഓടിച്ചത്. നമ്മൾ ബൈക്ക് അശ്രദ്ധയായിട്ട് ഓടിച്ചതിന്റെ പേരിൽ ഒരു കേസ് വന്നു. അത് ബിഎൻഎസിനകത്ത് രജിസ്റ്റർ ചെയ്തത് എവിടെ? മലപ്പുറത്ത് കൊണ്ടോട്ടിയിൽ. ക്ലിയർ ആണല്ലോ? അപ്പം എത്ര സെക്ഷൻസ് ഉണ്ട്? 358. എത്ര അധ്യായങ്ങളുണ്ട്? 20. ആദ്യത്തെ കേസ് എവിടാ? ഗ്വാളിയോർ മധ്യപ്രദേശിൽ. ഓക്കെ, എന്താ? ബൈക്ക് മോഷണം. അതങ്ങനെ ചോദിക്കത്തില്ല. പിന്നെ കേരളത്തിൽ എവിടാ? കൊണ്ടോട്ടി. മലപ്പുറത്ത് എന്തുവായിരുന്നു പ്രശ്നം? അശ്രദ്ധമായിട്ട് ബൈക്ക് ഓടിച്ചിട്ട് അപായം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഓക്കെ, IPCയിൽ നിന്നും ഭാരതീയ ന്യായ സംഹിതയ്ക്കുണ്ടായ പ്രധാന മാറ്റങ്ങൾ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇതെല്ലാം. ഓക്കെ, അപ്പം IPCയിൽ നിന്നും ഭാരതീയ ന്യായ സംഹിതയ്ക്കുള്ള പ്രധാന മാറ്റങ്ങള്: ശരീരത്തിനെതിരായ കുറ്റങ്ങൾ, ഒഫൻസസ് എഗെയിൻസ്റ്റ് ബോഡി, അതായത് കൊലപാതകം, ആത്മഹത്യാ പ്രേരണ, ആക്രമണം, ക്രൂരമായ മുറിവേൽപ്പിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ IPC ക്രിമിനൽ കുറ്റമാക്കുന്നു. BNSലും ഇത് തന്നെ വ്യവസ്ഥ നിലനിർത്തുന്നു. നമുക്കറിയാമല്ലോ, എന്തായാലും ഇത് ഒരു കുറ്റകൃത്യമാണ്. വലിയ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തന്നെയാണ്. അതെന്തുണ്ട്? BNSൽ ഇതൊക്കെ ഉണ്ട്, IPC ഇതൊക്കെ തന്നെ ഉണ്ട്. സംഘടിത കുറ്റകൃത്യം, തീവ്രവാദം, കൊലപാതകം അല്ലെങ്കിൽ കൂട്ടമായ ഉപദ്രവം എന്നിവ പോലുള്ള പുതിയ കുറ്റകൃത്യങ്ങൾ കൂടി ആഡ് ചെയ്തു. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. നമുക്കറിയാം, കൊലപാതകം, ആത്മഹത്യ എന്ന് വെച്ചാൽ ബോഡിക്കെതിരായിട്ടുള്ള ഹാം, കേട്ടാ, ഒരാൾ ദ്രോഹിക്കുന്ന കേസുകൾ, കൊലപാതകം, ആത്മഹത്യ പ്രേരണ, ആത്മഹത്യ പ്രേരിപ്പിക്കുക, ആക്രമണം, നീ പോയി ചാവൂന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അവരില്ലേ ആ സംഭവം, ആക്രമണം, പിന്നെ അതിനൊക്കെ തന്നെ ക്രൂരമായ മുറിവേൽപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ IPC ക്രിമിനൽ കുറ്റമാക്കുന്നു. BNSൽ ഈ വ്യവസ്ഥ നിലനിർത്തുന്നു. BNSൽ ഇത് തന്നെ നിലനിർത്തുന്നു. IPCയിൽ ഉണ്ടായ കാര്യങ്ങൾ ഇങ്ങോട്ട് മാറ്റമൊന്നും കൊണ്ടുവരുന്നില്ല. അടുത്തെന്താ? സംഘടിത കുറ്റകൃത്യം, തീവ്രവാദം, കൊലപാതകം അല്ലെങ്കിൽ കൂട്ടമായ ഉപദ്രവം എന്ന് പറഞ്ഞില്ലേ, മോബ്, ഒരു സംഘടിതമായിട്ട് ആൾക്കാരെ അടിച്ചു കൊല്ലുക, അങ്ങനെ കുറെ കേസുകൾ നമ്മൾ ഈയിടെ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ പുതുതായിട്ട് ഉൾപ്പെടുത്തി. മോബ് ലിച്ചിങ് എന്നൊക്കെ പറയും, കേട്ടോ. അപ്പൊ അടുത്തൊക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ കേസ്. ആദ്യത്തെ ഒരു വ്യത്യാസം അതാണ്. പഠിച്ചല്ലോ. IPCയിൽ നിന്ന് ഭാരതീയ ന്യായ സംഹിതയ്ക്കുണ്ടായ പ്രധാന മാറ്റങ്ങൾ: ശരീരത്തിനെതിരായ കുറ്റങ്ങൾ, ഒഫൻസസ് അഗെയിൻസ്റ്റ് ബോഡി. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് നമ്മൾ ഇനിയും കുറെ ഇത് തന്നെ കേൾക്കും. അപ്പൊ നമ്മൾ നല്ല ബൈഹാർട്ടാവും, കേട്ടോ. ഇനി സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ, സെക്ഷൽ ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൻ. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ, സെക്ഷൽ ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൻ. ബലാത്സംഗം, ഒളിഞ്ഞുനോട്ടം, പിന്തുടരൽ, സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ IPC ക്രിമിനൽ കുറ്റമാക്കുന്നു. BNS ഈ വ്യവസ്ഥകൾ നിലനിർത്തുന്നു. അപ്പൊ നേരത്തെ IPCയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ BNSൽ നിലനിർത്തുന്നു. എന്തൊക്കെയാ? ബലാത്സംഗം, ഒളിഞ്ഞുനോട്ടം, പിന്തുടരൽ, സ്റ്റോക്കിങ്ങും വോയറിസവും റേപ്പും. സ്ത്രീയുടെ മാന്യത അപമാനിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ IPC ക്രിമിനൽ കുറ്റമാക്കുന്നു. BNS വ്യവസ്ഥകൾ നിലനിർത്തുന്നു. മാറ്റമൊന്നുമില്ല. എവിടാ മാറ്റം? IPCയിലെ 376 DA, 16 വയസ്സിന് താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷ. അതിനൊക്കെ തന്നെ 376 DB, DAയും DBയും. അതിനകത്ത് 12 വയസ്സ് താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള കുട്ടിയാണ് അവിടെ, കേട്ടോ. അപ്പം ഇവിടെ എത്ര? 16 വയസ്സും. ഇതാ നിയമം, അതിനൊക്കെ തന്നെ പറയുന്നതുകൊണ്ടാണ് സ്ത്രീ എന്ന് പറഞ്ഞത്. 16ഉം ഇവിടെ എത്ര? 12. ഓക്കെ, അപ്പം 376 DAയും 376 DBയും ഉണ്ടായിരുന്നു IPCയിനകത്ത്. ഓക്കെ, എന്നിവയ്ക്ക് പകരമായി BNSൽ സെക്ഷൻ 72 എന്താ പറഞ്ഞത്? 18 വയസ്സിന് താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തുള്ള ശിക്ഷയാക്കി മാറ്റി. ഇതാണ് വ്യത്യാസം. ഇവിടെ 376 DA എന്നും 376 DB എന്നും പറഞ്ഞ് കിടന്നതാണ്. അതെന്താ ഒറ്റയായിട്ട് മാറ്റി. 18 വയസ്സിന് താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തുള്ള ശിക്ഷ എന്നാക്കി മാറ്റി. വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകിയോ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമാക്കുന്നു. മനസ്സിലായ? വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ, കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വഞ്ചിച്ച് തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമാക്കി. അതും പുതിയൊരു മാറ്റമാണ്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അടുത്ത നോക്കിയാൽ മക്കളെ, രാജ്യദ്രോഹം, സെഡിഷൻ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷ് വാക്ക് രണ്ടുണ്ടായിരുന്നേ, വോയറിസം.
ഒളിഞ്ഞു നോട്ടമാണ് വോയറിസം. അതിനൊക്കെ തന്നെ ബലാത്സംഗം നമുക്കറിയാം, റേപ്പ്, സ്റ്റോക്കിംഗ് പിന്തുടരുക നമുക്കറിയാം. അതിനൊക്കെ തന്നെ നോക്കിയേ, രാജ്യദ്രോഹം ഇംഗ്ലീഷ് എന്താ? സെഡിഷൻ. രാജ്യദ്രോഹം ഇംഗ്ലീഷ് എന്താ? സെഡിഷൻ. എഴുതിക്കോ, രാജ്യദ്രോഹം എഴുതിക്കോ. നിങ്ങൾ എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് എഴുതി തീർക്കണം കേട്ടോ, നോട്ട് എഴുതി തീർക്കണേ. ഓക്കെ, അടുത്ത് നോക്കിയേ. ഇനി അടുത്ത് എന്തുവാ? രാജ്യദ്രോഹം. BNS രാജ്യദ്രോഹ കുറ്റം നീക്കം ചെയ്യുന്നു, പകരം ശിക്ഷ നൽകാവുന്നത് താഴെ ചേർക്കുന്നു. എന്തൊക്കെയാ നമ്മൾ നേരത്തെ പറഞ്ഞ രാജ്യദ്രോഹ കുറ്റം, രാജ്യദ്രോഹം എന്ന് പറയുന്നതിന് എന്തെടുത്ത് മാറ്റി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ടേം അവിടെ കൊടുത്തിട്ടില്ല. പകരം എന്താ പറയുന്നത്? സായുധ കലാപം, അട്ടിമറി പ്രവർത്തനങ്ങൾ, വേർപിരിയലിനെ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ. വിഘടനവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ പരമാധികാരത്തെയോ ഐക്യത്തെയോ അഖണ്ഡതയോ അപകടപ്പെടുത്തുക, കൂടാതെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കായി വാക്കുകളുടെയോ പ്രവർത്തികളിലൂടെയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇവിടെ പോയി അടയാളങ്ങളുടെയോ കൈമാറ്റം, ഇലക്ട്രോണിക് ആശയവിനിമയം അല്ലെങ്കിൽ സാമ്പത്തിക മാർഗങ്ങളുടെ ഉപയോഗം എന്നിവ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ഇല്ല. എന്താ നമ്മളിപ്പം രാജ്യദ്രോഹം എന്ന് പറയുന്നത് മാറ്റിയിട്ട് നമ്മുടെ ഇന്ത്യയുടെ അഖണ്ഡതയെ എന്തെങ്കിലും രീതിയിൽ മാസായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരുവാണെങ്കിൽ അതിനെന്തായിട്ട് ആക്കിയിട്ടുണ്ട്, അതിന് ശിക്ഷ കൊടുക്കുന്ന രീതിയിലോട്ട് BNS ആക്കിയിട്ടുണ്ട്. അതൊന്നുകൂടി വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് അങ്ങനെ കാണാൻ പഠിക്കും, നമ്മൾ സ്കൂളിലല്ലല്ലോ പഠിക്കും, നമുക്കത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്ന് വേണമെങ്കിൽ ഞാൻ വായിക്കാം, പക്ഷെ താഴത്തങ്ങ് പോകുന്നു. അപ്പൊ നോക്കേ, നമ്മൾ രാജ്യദ്രോഹത്തിനകത്ത് എന്തെങ്കിലും സായുധ കലാപം, അട്ടിമറി പ്രവർത്തനങ്ങൾ, വേർപിരിയലിനെ ഉത്തേജിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ. വിഘടനവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. വിഘടനവാദം നമ്മൾ സെപ്പറേറ്റ് ആക്കി പോകുന്നതിനുള്ള വാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ പിന്നെ അഖണ്ഡത, നമ്മൾ ഒറ്റക്കെട്ടായിട്ടിരിക്കുന്ന ഒരു നമ്മൾ യൂണിയൻ ആയിട്ട് നിൽക്കുന്നതിന് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് അങ്ങനെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് എതിരായിട്ടുള്ളതാണ് ഈ BNS ഈ വരുന്ന നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഇത്തരം കുറ്റകൃത്യങ്ങളായ വാക്കുകളുടെയോ എന്തെങ്കിലും സിമ്പിൾസ് ഉപയോഗിച്ചിട്ടോ, ഇപ്പം ടെററിസം ഒക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരുപാട് സിമ്പിൾസ് ഒക്കെ ഉപയോഗിക്കുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇലക്ട്രോണിക് ആശയവിനിമയം അല്ലെങ്കിൽ സാമ്പത്തിക മാർഗങ്ങളുടെ ഉപയോഗം, ഇതൊന്നും അവിടെ ചെയ്യാൻ പാടില്ല. അതാണ് അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഓരോന്നിടത്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അടുത്ത തീവ്രവാദത്തിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. തീവ്രവാദം കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നവ രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, സുരക്ഷ, സാമ്പത്തിക ഭദ്രത എന്നിവയെ ഭീഷണിപ്പെടുത്തുക, ഇന്ത്യയിലെ ജനങ്ങളിലോ പ്രത്യേക വിഭാഗം ജനങ്ങളിലോ ഭീകരത ഉണ്ടാക്കുക. അപ്പൊ ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ രാജ്യദ്രോഹം എന്ന സംഭവത്തെ മാറ്റിയിട്ട് കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് എന്തെന്ത് കാര്യങ്ങളിലാണ് ശിക്ഷ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഭീകരവാദം എന്ന് പറയുന്ന സംഭവത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ശിക്ഷ കൊടുക്കേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പൊ നമ്മൾ ഔട്ട്ലൈൻ പറയുന്നേ ഉള്ളൂ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നതെന്നൊരു ഔട്ട്ലൈൻ പറയുന്നേ ഉള്ളേ. ഭീകരപ്രവർത്തനം കാരണം ഒരു വ്യക്തിയുടെ മരണം സംഭവിച്ചാൽ അത്തരം പ്രവൃത്തി ചെയ്യുന്നയാൾക്ക് വധശിക്ഷ, ഇത് നോട്ട് ചെയ്യണം കേട്ടോ, ജീവപര്യന്തം തടവ്, പിഴ എന്നീ ശിക്ഷകൾ ലഭിക്കുന്നു. ഓക്കെ, ഭീകരപ്രവർത്തനം നടത്തുന്നതിന് 5 വർഷത്തിനും ജീവപര്യന്തത്തിനും ഇടയിലുള്ള തടവിന് ശിക്ഷയ്ക്കും അർഹതയുണ്ട്. അപ്പൊ നോക്കിയാൽ ഇപ്പം ഭീകരവാദ പ്രവർത്തനം നടത്തിയിട്ട് ഒരാൾ മരിച്ചു, അങ്ങനെയാണെങ്കിൽ ആ നടത്തിയ ആ വ്യക്തിക്ക് എന്തുണ്ട്? ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ അല്ലെങ്കിൽ പിഴ, അല്ലെങ്കിൽ മൂന്നും കൂടി ആയിരിക്കും കൊടുക്കുന്നത്. അതല്ല, ഇനിയിപ്പം ഭീകരവാദ പ്രവർത്തനം നടന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തിനും ജീവപര്യന്തത്തിനും ഇടയിലുള്ള തടവിനും പിഴ ശിക്ഷയ്ക്കും അർഹതയുണ്ട്. പിഴയും കൊടുക്കും, 5 to ജീവപര്യന്തത്തിന് ഇടയ്ക്കുള്ള ഒരു കാലയളവിലുള്ള ശിക്ഷയും കൊടുക്കും. മനസ്സിലായോ? ഒന്നുമില്ലടാ, ഇത്രേ ഉള്ളൂ. ഭീകരവാദ പ്രവർത്തനം നടത്തിയിട്ട് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ ജീവപര്യന്തം, വധശിക്ഷ, പിഴ. അതല്ല, ഇവർ ഭീകരവാദ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് തെളിയുകയാണെങ്കിൽ, മരണവും നടന്നിട്ടില്ല, തെളിയുകയാണെങ്കിൽ 5നും ജീവപര്യന്തത്തിന് ഇടയ്ക്കുള്ള ഏതെങ്കിലും കാലയളവിൽ ശിക്ഷ കൊടുക്കും, അതിനാൽ പിഴയും കൊടുക്കും. ഇത്രേ ഉള്ളൂ. അടുത്ത് നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞേ ഓർഗനൈസ് സംഘടിത കുറ്റകൃത്യം. സംഘടിത കുറ്റകൃത്യങ്ങളിൽ തട്ടിക്കൊണ്ടുപോകൽ, കൊള്ളയടിക്കൽ, കരാർ കൊലപാതകം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടേഷൻ, ഭൂമി തട്ടിയെടുക്കൽ, സാമ്പത്തിക തട്ടിപ്പുകൾ, ഒരു ക്രൈം സിൻഡിക്കേറ്റിന് വേണ്ടി നടത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. സംഘടിത കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുന്നത് BNS പ്രകാരം ശിക്ഷാർഹമാണ്. സംഘടിതമായിട്ട് കുറ്റകൃത്യം ചെയ്ത് എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് കുറ്റകൃത്യം ചെയ്യുന്നത്. ഓക്കെ, അതെന്താണ്? നമ്മൾ ഇത് പ്രകാരം ശിക്ഷാർഹമാണ്. നമ്മൾ എല്ലാവരും ഗ്രൂപ്പായിട്ടല്ല, നമ്മൾ ഇടയ്ക്ക് വെച്ച് നമുക്കറിയാം, പിന്നെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ എന്താ സംഭവിച്ചത്, പേരെന്തായിരുന്നു, മോന്റെ പേര് ഞാൻ മറന്നുപോയെ. നമുക്ക് സ്കൂളിൽ ഒരു വിഷയം നമുക്കറിയാം, അപ്പൊ അതിനകത്ത് ഗ്യാങ് ആയിട്ട് ചേർന്നിട്ട് ആ കുട്ടിയെ ടോർച്ചർ ചെയ്യുകയൊക്കെ ചെയ്തതിന്റെ കേസ് നമുക്കറിയാം. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അതിനെ പറ്റി പറയുന്നില്ല. അപ്പൊ ആ കേസിനകത്ത് അവര് നമ്മളെല്ലാരും എല്ലാവരും കൂടി ഒരുമിച്ചല്ലേ, അതുകൊണ്ട് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യത്തില്ല എന്നുള്ളൊരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ സംഭവമാണ് അവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു വ്യക്തിയുടെ മരണത്തിൽ കലാശിച്ചാൽ മരണം അല്ലെങ്കിൽ ജീവപര്യന്തം തടവും. ഇനി ഒരു വ്യക്തിയുടെ മരണത്തിൽ കലാശിച്ചാൽ മരണം അല്ലെങ്കിൽ ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ പിഴയും ലഭിക്കുന്നു. പിന്നെ എന്ത് ചെയ്യും? അവർക്ക് ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ പിഴയും കാണും. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ 5 വർഷത്തിന് ജീവപര്യന്തം ഇടയിൽ തടവും കുറഞ്ഞത് 5 ലക്ഷം രൂപ പിഴയും ലഭിക്കുന്നു. കുറഞ്ഞത് 5 ലക്ഷം. മരണത്തിലല്ല കലാശിച്ചിട്ടുള്ളത്, മരണവും സംഭവിച്ചിട്ടില്ല,
പക്ഷെ പിന്നെ അവിടെ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ 5-നും ജീവപര്യന്തം ഇടയ്ക്കുള്ള ഒരു കാലയളവിലുള്ള ശിക്ഷയും കാണും, 5 ലക്ഷം രൂപ പിഴയും കാണും. ക്ലിയർ ആണല്ലോ? അടുത്തൊക്കെ നമ്മൾ നേരത്തെ മോബ് ലിച്ചിങ്ങിന്റെ കാര്യം പറഞ്ഞില്ല. അപ്പൊ ഇത് മനസ്സിലായല്ലോ, ഇത്രയും മനസ്സിലായല്ലോ. നമുക്ക് സംഘടിത കുറ്റകൃത്യത്തിന്റെ കാര്യം മനസ്സിലായല്ലോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി കുറച്ചും കൂടി പഠിക്കും. അപ്പൊ നമുക്ക് ഒരു ക്ലാരിറ്റി വരും, കുറച്ചും കൂടി ക്ലാരിറ്റി വരും. ഇപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടി എന്തൊക്കെയാണ് BNS-നകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. IPC-ക്കകത്ത് ഇല്ലായിരുന്ന കുറെ കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് ഐഡിയ കിട്ടുന്നുണ്ട്. ക്ലിയർ ആണേ? ഓക്കെ. അടുത്ത നോക്കിയാൽ മക്കളെ, ആൾക്കൂട്ട ആക്രമണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മോബ് ലിച്ചിങ് എന്ന് പറഞ്ഞില്ലേ? മോബ് ലിച്ചിങ്ങിനകത്ത് വംശം, ജാതി, ലിംഗം, ഭാഷ, വ്യക്തിപരമായ വിശ്വാസങ്ങൾ എന്നീ കാരണങ്ങളാൽ 5-ഓ അതിലധികമോ ആളുകൾ ചേർന്നിട്ട് ചെയ്യുന്ന കൊലപാതകമോ ഗുരുതരമായ കുറ്റമായിട്ട് BNS കുറ്റകരം ഒരു ബെഞ്ച് ചെയ്യുന്ന കൊലപാതകമോ ഗുരുതരമായ മുറിവേൽപ്പിക്കലോ BNS കുറ്റകരമാക്കുന്നു. ഇത്തരം കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷ ജീവപര്യന്തമോ മരണശിക്ഷയോ ആണ്. മനസ്സിലായല്ലോ? നേരത്തെ പറഞ്ഞ അതിനൊക്കെ തന്നെ ഇവിടെ എന്താ ജീവപര്യന്തമോ മരണശിക്ഷയായിരിക്കും കൊടുക്കുന്നത് മോബ് ലിച്ചിങ്ങിനകത്ത് വരുന്നത്. മനസ്സിലായോ? നമ്മൾക്ക് ഒരുപാട് കേസുകൾ നമ്മൾ ഈയിടെ ആയിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഇതെന്താ ഒരു കറക്റ്റ് ഒരു സൊല്യൂഷൻ ആണ് BNS-നകത്ത് ഈ ഒരു മാറ്റം. ഓക്കെ. അപ്പൊ അവർക്ക് എന്താ വരുന്നത്? കൊലപാതകമോ ഗുരുതരമായ മുറിവേൽപ്പിക്കലോ BNS കുറ്റകരമാക്കുന്നു. ഇത്തരം കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷ ജീവപര്യന്തമോ മരണശിക്ഷയോ ആണ്. അടുത്തൊക്കെ സുപ്രീം കോടതിയുടെ വിധികൾ. റൂളിംഗ് ഓഫ് ദ സുപ്രീം കോടതി. നമുക്കറിയാം BNS സുപ്രീം കോടതിയുടെ ചില തീരുമാനങ്ങൾക്ക് അനുസൃതമാണ്. വ്യഭിചാരം, അഡൽട്ടറി, നമ്മൾ ഈ ഇടയ്ക്ക് നമുക്ക് അറിയാവുന്ന കേസാണ്. വ്യഭിചാരം ഒരു കുറ്റമാകുന്നത് BNS-ൽ ഒഴിവാക്കി. എന്താ, വ്യഭിചാരം കുറ്റമല്ല എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ജീവപര്യന്തം ലഭിച്ച കുറ്റവാളി നടത്തുന്ന കൊലപാതകത്തിനോ കൊലപാതക ശ്രമത്തിനോ വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തവും ശിക്ഷകൾ ഒന്നായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്താ, ജീവപര്യന്തം ലഭിച്ച ഒരു കുറ്റവാളി നടത്തുന്ന കൊലപാതകത്തിന് അല്ലെങ്കിൽ കൊലപാതക ശ്രമത്തിന് വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തവും ശിക്ഷകൾ നന്നായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഓൾറെഡി അയാൾ എന്താണ് ജീവപര്യന്തം അനുഭവിച്ച വ്യക്തിയാണ്, കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്താ അതിനെ കൂടാതെ വധശിക്ഷ കൂടാതെ എന്തും കൂടി കാണും, ജീവപര്യന്തം കൂടി ശിക്ഷകളിൽ ഒന്നായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കാം. സെക്ഷൻസ് വരുമ്പോൾ സെക്ഷൻസ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ? അത് ഇവിടം വരെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് BNS-ൽ കൂട്ടിച്ചേർത്ത മറ്റ് ശിക്ഷകളാണ്. BNS-ൽ കൂട്ടിച്ചേർത്ത മറ്റ് ശിക്ഷകൾ. ഇതിനകത്ത് ഒന്നുമില്ല, ജസ്റ്റ് തിയറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഡേറ്റാസ് ആയിട്ട് ഒന്നും വരുന്നില്ല. നമുക്ക് കുറച്ച് ഡേറ്റുകൾ പഠിക്കാനുണ്ട്, പിന്നെ ഇയർ പഠിക്കാനുണ്ട്, പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് BNS-നകത്ത് വന്നത്. IPC ഒഴിവാക്കി BNS-ൽ ആഡ് ചെയ്ത് എന്തൊക്കെയാണ് ഒരു ഐഡിയ ഉണ്ട്, അത്രേ ഉള്ളൂ. ഇനി BNS-ൽ കൂട്ടിച്ചേർത്ത മറ്റ് ശിക്ഷകൾ നോക്കേ. പിടിച്ചുപറി, പൊതുപ്രവർത്തനം ആത്മഹത്യക്ക് നിർബന്ധിക്കുന്നത്, നിർബന്ധിത സാമൂഹ്യ പ്രവർത്തനം, പൊതു സ്വത്തിന് നാശനഷ്ടം വരുത്തുന്നത്, പെറ്റി ഓർഗനൈസ്ഡ് ക്രൈംസ്, വാഹനമോഷണം, പോക്കറ്റടി, പരീക്ഷ പേപ്പർ വിൽക്കുന്നത്, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതെല്ലാം സെക്ഷൻസ് നമുക്ക് നോക്കാം. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതോടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. വകുപ്പുകളുടെ എണ്ണം കുറഞ്ഞു. ഇത് ഇവിടെ തൊട്ട് നോട്ട് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്. ഈ ബോർഡ് ലെറ്റേഴ്സ് കിടക്കുന്നത് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. നോട്ട് ചെയ്യാൻ പറയുന്നത് മാത്രം നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി. എല്ലാം ഒന്ന് വായി വലിച്ച് നമുക്ക് പഠിക്കണം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു വട്ടം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതെല്ലാം കത്തും. ഇനി നമുക്ക് അത് ഒന്നേന്ന് പറഞ്ഞ് പഠിക്കേണ്ട ആവശ്യമില്ല. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതോടെ ഇന്ത്യൻ IPC-യിൽ മാറ്റങ്ങൾ എന്തൊക്കെയാ? വകുപ്പുകളുടെ എണ്ണം കുറഞ്ഞു. BNS-നകത്ത് എന്താ, IPC-യിൽ 511 വകുപ്പുകൾ ഉണ്ടായിരുന്നു. BNS അവ 358 കുറഞ്ഞു. മനസ്സിലായോ? പല വകുപ്പുകളും കൂട്ടിച്ചേർക്കുകയും ലഘൂകരിക്കുകയും ചെയ്തു. 511 358 അപ്പോൾ പഠിച്ചാണല്ലോ 358 സെക്ഷനിൽ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ. അതിനകത്ത് എന്ത് മാറ്റം വന്നത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കായി 5-ാം അധ്യായം ചാപ്റ്റർ 5 എന്ന പേരിൽ പ്രത്യേക വിഭാഗം ഉൾപ്പെടുത്തി. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് ഇപ്പോൾ പ്രത്യേക കുറ്റകൃത്യമാണ്. നേരത്തെ നമ്മൾ വായിച്ചതല്ലേ? അപ്പൊ കണ്ട, വീണ്ടും റിപ്പീറ്റ് നമുക്ക് കുറച്ചും കൂടി നമുക്ക് മനസ്സിലായല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. അധ്യായം 5-നകത്ത് എന്ത് ആഡ് ചെയ്തു? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കായി 5-ാം അധ്യായം എന്ന പേരിൽ പ്രത്യേക വിഭാഗം ഉൾപ്പെടുത്തി. അപ്പൊ നമുക്കത് മനസ്സിലായി. രാജ്യദ്രോഹ നിയമം നമ്മൾ സൊല്യൂഷൻ പറഞ്ഞല്ലോ. IPC-യിൽ 124A വകുപ്പ് രാജ്യദ്രോഹം ഒഴിവാക്കി. ഇപ്പൊ എന്തെങ്കിലും രാജ്യദ്രോഹം എന്ന ടേം അതിനകത്തില്ല. പകരം രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും തകർക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരായ സായുധ കലാപം, അട്ടിമറി പ്രവർത്തനം തുടങ്ങിയ പേരുകൾ പുതിയ വകുപ്പുകൾ ചേർത്തു.
ക്ലിയർ ആണല്ലോ. പുതിയ വകുപ്പുകൾ, സായുധ കലാപം അല്ലെങ്കിൽ അട്ടിമറി, അങ്ങനെ വാക്കുകൾ, പുതിയ വാക്കുകൾ. രാജ്ദ്രോഹം എന്ന വാക്ക് 124, അത് ചിലപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ. 124A എന്താ രാജ്ദ്രോഹം എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്. 124A IPC ഉണ്ടായിരുന്നതിനെ എടുത്ത് മാറ്റി. ഓക്കെ, അപ്പൊ അത് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വന്നില്ലേ? അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ, വളരെ സിമ്പിളാ. സോ സിമ്പിൾ. അടുത്ത് നോക്കിയാ മക്കളെ. ഇനി ഭീകരവാദം, ടെററിസം, നമുക്കറിയാം, നമ്മൾ ഇത് കേൾക്കാൻ നമുക്ക് ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാ. ഭീകരവാദം എന്ന കുറ്റകൃത്യത്തെ ആദ്യമായി ക്രിമിനൽ നിയമത്തിൽ നിർവചിച്ചു. എന്താണ് ഭീകരവാദം എന്നൊരു നിർവചനം കൊണ്ടുവന്നു. ആൾക്കൂട്ട കൊലപാതകം, മോബ് ലിഞ്ചിങ് അല്ലെങ്കിൽ ലിഞ്ചിങ്, ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ആൾക്കൂട്ടം ചേർന്ന് നടത്തുന്ന കൊലപാതകങ്ങൾക്ക് ജീവപര്യന്തം തടവോ വധശിക്ഷയോ ലഭിക്കുന്ന രീതിയിൽ പുതിയ വകുപ്പ് കൊണ്ടുവന്നു. നമ്മൾ പഠിച്ചതാണ്. സാമൂഹിക സേവനം, നമ്മൾ ആദ്യം പഠിച്ചത്. ചെറിയ കുറ്റകൃത്യങ്ങൾ ശിക്ഷയായി ആദ്യമായി, ഇതുവരെ എന്തില്ലായിരുന്നു, ഇതൊരു ശിക്ഷയായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. സാമൂഹിക സേവനം എന്ന രീതി കൂടി ഉൾപ്പെടുത്തി. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ റോഡ് പോയി ക്ലീൻ ആക്ക് എന്ന് പറയാൻ എന്തെങ്കിലും കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കും. അതൊരു എന്താക്കി ആഡ് ചെയ്തു, ശിക്ഷയാക്കി ഉൾപ്പെടുത്തി. ചങ്ങല പിടിച്ചു പറിക്കൽ, അതായത് സ്നാച്ചിങ്, ചെയിൻ പൊട്ടിക്കൽ. IPC മോഷണത്തിന്റെ ഭാഗമായി കണ്ടിരുന്ന സ്നാച്ചിങ്, ചെയിൻ സ്നാച്ചിങ് BNS പ്രത്യേക കുറ്റകൃത്യമായി സെക്ഷൻ 304. എന്തുണ്ട്, നമ്മുടെ സ്നാച്ചിങ് അല്ലെങ്കിൽ എന്താ മാല പൊട്ടിക്കല്, മാല പൊട്ടിച്ചുകൊണ്ട് ഓടുകയാണെങ്കിൽ എന്താ 304 പ്രകാരമാണ് അയാൾക്ക് എന്താ ശിക്ഷ കിട്ടാൻ പോകുന്നത്. 304, സെക്ഷൻ 304 പ്രകാരമാണ് ശിക്ഷ. 304. ഇനി അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു പറഞ്ഞപ്പോൾ അങ്ങ് പഠിച്ചങ്ങ് പോവാം. 304 സ്നാച്ചിങ്, ചെയിൻ സ്നാച്ചിങ്. ഓക്കെ, ഇനി ഒഴിവാക്കിയ നമുക്കറിയാം, വ്യഭിചാരം, സ്വവർഗരതി തുടങ്ങിയവയും ബന്ധപ്പെട്ട കാലഹരണപ്പെട്ട വകുപ്പുകൾ ഒഴിവാക്കി. കുറെ 160 വർഷം ചേഞ്ച് ചെയ്യാൻ കിടന്നതല്ലേ. അപ്പൊ എന്ത് ചെയ്തു, അതെല്ലാം മാറ്റി. സ്വവർഗരതിയും വ്യഭിചാരവും ഒക്കെ എന്ത് ചെയ്തു മാറ്റി, ശിക്ഷയായിരുന്നത് എടുത്ത് മാറ്റി. ഓക്കെ, ഇനി ന്യൂ പണിഷ്മെന്റ് എന്താ, കമ്മ്യൂണിറ്റി സർവീസ്. പുതിയ പണിഷ്മെന്റ് ആഡ് ചെയ്ത് നമുക്കറിയാം. ചെറിയ കുറ്റങ്ങൾക്ക്, പെറ്റി ഒഫൻസസിന് കമ്മ്യൂണിറ്റി സർവീസ് ശിക്ഷയായിട്ട് കൊണ്ടുവന്നു. പിന്നെ ഹിറ്റ് ആൻഡ് റൺ, അപകടം വരുത്തി രക്ഷപ്പെടുന്നവർക്ക് 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. 106(2) കണ്ട. ഹിറ്റ് ആൻഡ് റൺ കേസുകൾ, ഒരുപാട് കേസുകളുണ്ട്. അതൊന്നും തെളിയാതെ പോകുന്നുണ്ട്, അവർക്കൊന്നും ശിക്ഷ കിട്ടാതെ പോകുന്നുണ്ട്. അവർ നിർത്താതെയൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതാവുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, അതിന് 10 വർഷം വരെ തടവും പിഴയും ലഭിക്കുന്നതാക്കി മാറ്റി. BNS സെക്ഷൻ 106(2). 106(2). ഞാൻ ചോദിക്കട്ടെ, ചെയിൻ സ്നാച്ചിങ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? 304. ഗുഡ്. ഓർമ്മയുള്ളവർക്കൊക്കെ വെരി ഗുഡ് കേട്ടാ. 106(2) എന്ത്, നമുക്ക് ഹിറ്റ് ആൻഡ് റൺ വരുന്നത്. പുതിയ കുറ്റകൃത്യങ്ങള്, സംഘടിത കുറ്റകൃത്യങ്ങള് നമ്മൾ പഠിച്ചു. സംഘടിത കുറ്റകൃത്യങ്ങൾക്ക്, ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് പുതിയ വകുപ്പുകൾ ചേർത്തു. തീവ്രവാദ പ്രവർത്തനങ്ങള്, ഭീകരവാദ പ്രവർത്തനങ്ങളെ പുതിയ വകുപ്പിൽ ഉൾപ്പെടുത്തി. 124A എടുത്ത് മാറ്റി. ഓക്കെ, തട്ടിക്കൊണ്ടുപോകല്, ഇത് പുതിയ കുറ്റമായി ചേർത്തു. 304. അപ്പൊ ഇതെല്ലാം നമ്മളെ പുതിയ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. മോഷണം, ഡിജിറ്റൽ അദൃശ്യ വസ്തുക്കളുടെ മോഷണം ഇതിൽ ഉൾപ്പെടുത്തി. ഡിജിറ്റൽ സാധനങ്ങളുടെ മോഷണം ഇതിനകത്ത് ഉൾപ്പെടുത്തി. അത് വേണമെന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം നമ്മൾ ഇവിടെ സമൂഹത്തിൽ ഓരോ കാര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, നിയമങ്ങളിൽ മാറ്റം വരണം. ഭാഷയും പദപ്രയോഗങ്ങളും, ലാംഗ്വേജ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചേ, വൈഫ് എന്നുള്ളത് എന്താക്കി മാറ്റി, സ്പൗസ്. വൈഫ് എന്നതിന് പകരം സ്പൗസ് എന്ന് ഉപയോഗിച്ചു. ഇത് ലിംഗഭേദം ഇല്ലാത്ത സമീപനമാണ്. സ്പൗസ്. ഓക്കെ, രാത്രി, നൈറ്റ് എന്ന് പറയുന്ന ടേമിന് പകരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, സൂര്യോദയത്തിന് മുമ്പ്, ആഫ്റ്റർ സൺസെറ്റ് ആൻഡ് ബിഫോർ സൺറൈസ്. നൈറ്റ് എന്നതിന് കൂടുതൽ വ്യക്തമായ നിർവചനം നൽകി. പിന്നെ കോഡ്, സംഹിത, നമ്മൾ ഇപ്പം ഇന്ത്യൻ പീനൽ കോഡ്, സംഹിത, ഭാരതീയ ന്യായ സംഹിത എന്നാക്കി. എന്നതിന് പകരം സംഹിത എന്ന് ഉപയോഗിച്ചു. ഓക്കെ, സെഡിഷനെ റീപ്ലേസ് ചെയ്തു. IPC സെക്ഷൻ 124A എടുത്തു മാറ്റി പകരം രാജ്ദ്രോഹത്തെ തീവ്രവാദം എന്ന വകുപ്പിൽ ഉൾപ്പെടുത്തി. ഓക്കെ, സ്ത്രീകളുടെ കുറ്റങ്ങള്, സ്ത്രീകളോടുള്ള ലൈംഗിക അതിക്രമണങ്ങള്, അസോൾട്ട് ഓൺ വുമൺ വിത്ത് ഇന്റന്റ് ടു ഔട്ട്റേജ് ഹർ മോഡസ്റ്റി, സെക്ഷൻ 74 BNS പോലുള്ള കുറ്റങ്ങളിൽ കുറഞ്ഞ ശിക്ഷ 1 വർഷം മുതൽ 5 വർഷം വരെയാക്കി വർദ്ധിപ്പിച്ചു. ഇത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ നമുക്ക് പഠിപ്പിക്കാൻ, അതൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അത് എന്താ, സെക്ഷൻ 74 BNS എന്താ, അസോൾട്ട് ഓൺ വുമൺ വിത്ത് ഇന്റന്റ് ടു ഔട്ട്റേജ് ഹർ മോഡസ്റ്റി. ഓക്കെ, അപ്പൊ സ്ത്രീകളുടെ മോഡസ്റ്റിയെ ഔട്ട്റേജ് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഉദ്ദേശത്തോടുകൂടി വുമൻസിനെ അസോൾട്ട് ചെയ്യുകയാണെങ്കിൽ, അധിക്ഷേപിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, സെക്ഷൻ 74 BNS സെക്ഷൻ 74 പ്രകാരം 1 മുതൽ 5 വർഷം വരെ ശിക്ഷ കിട്ടാൻ, അത്രയും കാലയളവിലോട്ട് ശിക്ഷ കിട്ടാനുള്ള വകുപ്പാക്കി എന്താ ചെയ്തു, അതിനെ വർദ്ധിപ്പിച്ചു. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ജസ്റ്റ് എന്നിട്ട് ഒന്നും കൂടി ഇട്ട് നോക്കുക. ഓക്കെ, ഒന്നും ഇല്ല അതിനകത്ത് പറഞ്ഞത്, ഒരുപാട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒന്നും വന്നിട്ടില്ല.
നമ്മളെല്ലാം ഒന്ന് ജസ്റ്റ് നോട്ട്സ് പറഞ്ഞതേ ഉള്ളൂ. 2023 ഭാരത ന്യായ സംഹിത വന്നു. ആ നിലവിൽ വന്ന വർഷവും നിലവിൽ വന്ന ഡേറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. IPC ഉണ്ടായിരുന്ന എന്നാണ്, അതിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഒന്നും എല്ലാം നിങ്ങൾക്ക് അറിയാം. ഇനി ഒന്നേന്നും അതുകൊണ്ട് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് പതുക്കെ 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 ഓരോന്നിടത്ത് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് സെക്ഷൻസ് ക്ലിയർ ആയി വരും. ക്ലിയർ ആണല്ലോ. മധ്യപ്രദേശ്, ഗ്വാളിയോർ ഓർമ്മയുണ്ടല്ലോ, കൊണ്ടോട്ടി, മലപ്പുറം ഓർമ്മയുണ്ടല്ലോ. അങ്ങനത്തെ മറന്നുപോകാൻ ചാൻസ് ഉള്ളത് മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ. ഡിസംബർ 25, 2023 ആര് പ്രസിഡന്റ് ഒപ്പുവെച്ചത് നമുക്കറിയാം. ഡിസംബർ 20, 21 ലോക്സഭ രാജ്യസഭ. അതിനൊക്കെ രണ്ടാമത് അവതരിപ്പിച്ചത് 2021 ഡിസംബർ 12. അതിന് മുമ്പ് ഓഗസ്റ്റ് 11 അതൊക്കെ നമുക്കറിയാം. അങ്ങനെയൊക്കെ നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ. അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലപോലെ ഇത് നിങ്ങൾക്ക് ഒരു വട്ടം കേട്ടാൽ മതി. പിന്നെ രണ്ടാമത് വട്ടമൊന്നും കേൾക്കണ്ട. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നോട്ട് എഴുതുക. നോട്ട് എഴുതിയിട്ട് എനിക്ക് അയച്ചു തരിക. ഓക്കെ. നോട്ട് എഴുതിയിട്ട് മറക്കാതെ അയക്കുക. അപ്പോൾ താങ്ക് യു ഫോർ ബീങ് ഹിയർ. നല്ലോണം പഠിക്കുക. നമുക്ക് 20 മാർക്ക് നമ്മളെ ഇരിക്കണം. ബൈ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ.